ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ ഇന്ന് ഒരു അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിൽ ഷേക്കിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോഴത്തെ ഈ ചൂടിനൊക്കെ ഇടയ്ക്ക് തണുത്ത് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് അവിൽ ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2.5 കപ്പ് അവിലിട്ട് കൊടുത്തിട്ടുണ്ട്. അവിലൊന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. കളർ ചേഞ്ച് ആവുമൊന്നും വേണ്ട, ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ കനം കുറഞ്ഞിട്ടുള്ള വെള്ളവിലാണ് എടുത്തിട്ടുള്ളത്, അതാണ് ഇതിലേക്ക് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണണം കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ അല്ലേ, എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി വേണം കേട്ടോ. ഇതപ്പം നമ്മുടെ അവിൽ ചൂടായിട്ടുണ്ട്. നമ്മളങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഒന്ന് അങ്ങനെ പൊടിഞ്ഞ് വരുന്ന പാകത്തിന് അത്രയും മതി. ഞാനിതിപ്പോൾ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ നിലക്കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വറുത്ത നിലക്കടലയാണെങ്കിൽ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ വറുക്കാത്ത നിലക്കടലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാനതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുക്കാത്ത നിലക്കടല എടുക്കുമ്പോൾ ഒരിത്തിരി പണിയുണ്ട് കേട്ടോ. അത് ഒന്ന് വറുത്തെടുത്ത് പാകത്തിനായി വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും. ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക തന്നെ വേണത്. എളുപ്പപ്പണിക്കാണെങ്കിൽ വറുത്ത നിലക്കടല എടുക്കാമായിരിക്കും കേട്ടോ എളുപ്പം. വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഇതപ്പം നമ്മുടെ കടലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ. അവിലും നിലക്കടലയും ചൂടാറാൻ വെക്കണം. ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ച് ഇങ്ങനെ ഞരടി കൊടുത്താൽ തന്നെ കടലൊക്കെ തോലൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതപ്പോൾ നമ്മുടെ അവിൽ ഷേക്കിന് ആവശ്യമായിട്ട് ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടാക്കിയ അവിൽ, പിന്നെ പാല് കട്ടിയാക്കിയത്, പിന്നെ കുറച്ച് ഈത്തപ്പഴം കട്ട് ചെയ്തത്, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പിന്നെ ക്ലീനാക്കി എടുത്തിട്ടുള്ള നമ്മുടെ നിലക്കടല, പിന്നെ ബൂസ്റ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പഴം വേണം. ഒരു 4 പഴം എടുത്തിട്ടുണ്ട് ഞാനിവിടെ. പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം നോക്കി എടുക്കണം കേട്ടോ. ഇത് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ആദ്യം തന്നെ ഞാൻ ഒരു മിക്സഡ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് അവിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതപ്പം ഞാനത് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പഴത്തിൽ നിന്ന് 2 എണ്ണം ഞാൻ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 2 ഗ്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് സെറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം മോൻ ട്യൂഷന് പോയേക്കാണ് മൂത്താൾ. അപ്പോൾ അവനക്കുള്ളത് അവൻ വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അപ്പോൾ 2 ഗ്ലാസ്സാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് വേണ്ടി 2 പഴമാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. പഴം കട്ട് ചെയ്ത് ചേർക്കൽ കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ പാല് കട്ടയാക്കി വെച്ചിട്ടില്ലേ, അതാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇത് എത്രത്തോളം തിക്കായിട്ട് വേണം എത്രത്തോളം ലൂസായിട്ട് വേണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാനിവിടെ കുറച്ച് തിക്കായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പാലും കൂടി ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലത്തെ പഴം നല്ല പഴുത്ത മധുരമുള്ള പഴമാണ്. പിന്നെ ഈത്തപ്പഴമൊക്കെ മധുരമുള്ളതല്ലേ, അപ്പം ഞാൻ മധുരം കുറച്ചാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇതുപോലെ അരച്ചെടുത്തിട്ട് വരണം. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് അവിലിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് കടല ഇട്ട് കൊടുക്കുക, പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കുറച്ച് ഈത്തപ്പഴം കട്ട് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പാലിൻ്റെയും അവിലിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. കുറച്ച് അവിലിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് കടല ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ഈത്തപ്പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ബൂസ്റ്റ് പൊടി കൂടിയ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കടലൊക്കെ കൂടുതൽ ചേർക്കേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അത്ര തന്നെ കടിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. മധുരമാണെങ്കിലും ഇതിൽ ഇത്തിരി കുറച്ച് മധുരമുള്ളൂ. ഞാൻ അത്ര മതിയെന്ന് വിചാരിച്ച് അത്ര തന്നെ ഇട്ടത് കേട്ടോ. അപ്പോൾ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പാലിൻ്റെ അവിലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. വീണ്ടും മുകളിൽ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് അവിലിട്ട് കൊടുക്കുക, പിന്നെ കടല ഇട്ട് കൊടുക്കുക, പിന്നെ ഈത്തപ്പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ബദാം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കുക. വലിയ പാടൊന്നുമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്.
പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവിൽ ഷേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിൽ ഷേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടല്ലേ സമയത്ത്, ചില സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ തണുത്തത് എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. തുടർന്നും ഇതുപോലെ സപ്പോർട്ട് ചെയ്തിൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.